ആണി അങ്ങോട്ട് നല്ല ആവേശത്തോടു കൂടി പിഴിയുന്നു. അതെ, അതിനിടയ്ക്ക് അവിടെ വിടുന്നു, പിഴിയുന്നു. നമ്മള് കൈവച്ച് പിഴിഞ്ഞിടുവടാ. നാരങ്ങയൊക്കെ തെറച്ച് തെക്കോട്ടും വടക്കോട്ടും വേണം കേട്ടാ. നമ്മുടെ ജഡ്ജ് ആണെങ്കിലും സത്യം ഷുഗറിന്റെ അസുഖം വരുമെന്നാണ് തോന്നുന്നത്. നല്ല കുലുക്കി തന്നെ അടിക്കണം കേട്ടോ, കലക്കാൻ പറ്റില്ല. കുലുക്കണം. അടി 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 അങ്ങോട്ട് കുലുക്കി. ഇങ്ങനെ കറക്കി. 8 7 6 5 4 3 2 1 0. കേരള സമൂഹമേ, നിങ്ങൾ ഞെട്ടുക ഇവൻ കാണിച്ച ഈ ചെറ്റത്തരം കണ്ടു. നീ ഇതിനകത്തോട്ട് അവസാന നിമിഷം ഒരു മുളകിടുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോ? ആരും കണ്ടില്ല. കണ്ടല്ലോ, ഓൾറെഡി മുളക് അതിലുണ്ട്. മുളക് പക്ഷേ പ്രസന്റേഷൻ ഒരു ഘടകമാണ്. ആ നിലവിളി ശബ്ദം ഇട്ട വണ്ടി വിളിക്കൂ. ഓക്കെ അല്ലേ? അതൊന്ന് കയ്യിൽ വെച്ചു. സത്യം പറയണം, സത്യം പറയാം. കുടിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. ഇനി അത് കുടിച്ചേ. സത്യം സത്യമായിട്ട് പറയണം. ജയിച്ച് സുനില ജയിച്ച്. എന്തായാലും സുനില ചേച്ചിക്ക് ലഭിക്കുന്ന 30,000 രൂപ ലഭിക്കുന്ന സമ്മാനങ്ങൾ. രണ്ടാമത്തെ മത്സരത്തിലും മൂന്നാമത്തെ മത്സരത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ഒരു വാഷിംഗ് മെഷീൻ, ഒരു കെറ്റില്, ഒരു എയർ ഫ്രയർ, ഒരു അയൺ ബോക്സ്, ഒരു എന്തൊക്കെയോ ഇതെല്ലാം കൂടെ ചേർന്ന് 30,000 രൂപീസ് സുനില. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നാരങ്ങയൊക്കെ നല്ല ബ്ലിസ്ക് ബ്ലിസ്ക് എന്ന് പിഴിഞ്ഞെടുക്കുമെന്ന്. കുറച്ച് നല്ല നല്ല പ്ലേ ഉണ്ടാവുന്നു. അതൊക്കെ ചെയ്യാം. അപ്പം മലക്കറി സൂപ്പറാണ്. അപ്പം മഞ്ഞക്കറി വേറെ നല്ല ബ്രേക്ക് ഇട്, ഡാൻസ് ഇട്. ഡാൻസ് ഇടാൻ ഒരു പാട്ട് എടുത്ത് ചേച്ചി ഡാൻസ് കളിക്കട്ടെ. സൂപ്പർ ഡാൻസ്. ആടിപ്പോളി എന്റെ ശ്രീതാര കണ്ട ഡാൻസ് മത്സരം അളിയാ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്ര നേരമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെ? കൈയടിച്ച് ചിരിച്ച് കളിച്ച് അല്ലെ? അതെ. അപ്പൊ അവർക്കുള്ള നമ്മുടെ സമ്മാനം ഫാത്തിമ നിദ ഈസ്റ്റേണിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഈ കവറിലുണ്ട്. ഫാത്തിമ നിദ ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഈ പ്രോപ്പർട്ടി കണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും. ഇതിൽ ഒന്നിൽ നിങ്ങളുടെ ആരുടെ ഒരാളുടെ ഭാഗ്യം ഉറങ്ങിക്കിടപ്പുണ്ട്. അതായത് ഇതിനകത്ത് ഒരു ചട്ടി പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. മറ്റേ ചട്ടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ച 30,000 രൂപയുടെ സമ്മാനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ജയിച്ചു നിൽക്കുന്ന സുനിലയാണ് ഇതിൽ ആരാണ് ഏത് ചട്ടിയാണ് പൊട്ടിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. സുനില പൊട്ടിക്കുന്നോ അതോ നമ്മുടെ കൈലാശിനെ കൊണ്ട് പൊട്ടിക്കുന്നോ? കൈലാശി പൊട്ടിക്കും. പക്ഷെ ഏത് പൊട്ടിക്കണമെന്ന് പറയണം. അതേ പൊട്ടിക്കും കൈലാശി. അത് പൊട്ടിക്കണം. കിട്ടി